സീസൺ 7 മലയാളം. ഇന്നലെ എപ്പിസോഡിൽ ഞാനൊരു സീൻ കണ്ടതാണ്. അതായത് പണിപ്പുര ടാസ്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സീൻ. പണിപ്പുര ടാസ്ക് ചെയ്തത് നെവിനും ജിസയിലുമായിരുന്നു. അപ്പോൾ കുറേ വസ്തുക്കളൊക്കെ എടുത്ത് പുറത്തിറങ്ങിയല്ലോ 20 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ അടുക്കി പറക്കുന്നതിനിടയിൽ ജിസയിൽ നോട്ടീസ് ചെയ്തു അതിലൊരു പാക്കറ്റ് എന്ന് പറയുന്നത് അനുമോളുടെ ആണെന്ന്. ഇപ്പോൾ ഉടനെ എന്ത് ചെയ്തു ജിസയിൽ ആ പാക്കറ്റിനെ എടുത്ത് പണിപ്പുര ഡോറ് തുറന്നിട്ട് അതിനകത്തേക്ക് ഇട്ടു. അത് ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ സമയം നെവിൻ വന്നിട്ട് ജിസയിലിനോട് ചോദിച്ചു, ജിസയിൽ ആരുടെ പാക്കറ്റാണ് ഉള്ളിലേക്ക് ഇട്ടത്? അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാമെന്ന് തിരിച്ച് ജിസയിൽ നെവിനോട് പറയുന്നുണ്ട്. നിനക്കറിയാലോ ആരുടെ ആയിരിക്കും. അപ്പോൾ ഉടനെ നെവിൻ വന്നിട്ട് ഇങ്ങനെ ജിസയിലിനോട് ചോദിച്ചു, അത് അനുമോളുടെ പാക്കറ്റാണോ? അപ്പോൾ അവൾ ചിരിച്ചതല്ലാതെ, അതായത് ജിസയിൽ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അനു അവിടെ നിൽപ്പുണ്ടായിരുന്നു. അനുവിന് സങ്കടം സഹിക്കാൻ വയ്യാതെ അത് പനിപ്പുര ആ ടാസ്ക് ചെയ്യുന്ന ആ റൂമിൻ്റെ വെളിയിലത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ മുഖം പൊത്തി, അതായത് സൈഡ് മുഖത്തിൻ്റെ 2 സൈഡിലും കൈ വെച്ചിട്ട് ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിന്നുകൊണ്ട് കരയുന്ന ഒരു സീനാണ്. സത്യം ഒറ്റപ്പെട്ട് ആർക്കും ഇഷ്ടമില്ലാതെ അവിടെ ഭയങ്കരമായിട്ട് തരണം ഇതാണ് ശരിക്കും സർവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അനുവിനെ ഒറ്റപ്പെടുത്തി അവൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന് എല്ലാവരും കൂടെ ചെയ്ത് ആ ഒരു മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന ആ ഒരു സീനെന്ന് പറയുന്നത് സത്യം പറയാലോ നമുക്ക് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും ജിസയിലിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റി, ഏത് നേരവും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ജിസയിൽ, നോ, ഫ്രം ഹർ സൈഡ് യെസ്റ്റർഡേ വാട്ട് ഷീ ഡിഡ് വാസ് റോങ് എന്ന് ഞാൻ പറയുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ജിസേലിൻ്റെ ഭാഗത്ത് നിന്ന്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അനു എന്തോ എങ്ങനെ അത് തരണം ചെയ്തു എന്ന് എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് അനുവിനെ സാന്ത്വനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.